ഞാൻ കേരളത്തിലെ 6-7 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തിരുന്നു. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് വോട്ടർമാരിൽ നിന്നും സാധാരണ ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ പെരുമാറ്റച്ചട്ട പ്രകാരം നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 126 ചട്ടപ്രകാരം ഈ സമയത്ത് ഓവർട്ടായിട്ടുള്ള പൊളിറ്റിക്കൽ സിംബൽസ് ഉപയോഗിക്കുക, അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രേറ്റിനെ സ്വാധീനിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്കോ അതിന് മുകളിലുള്ള നിരീക്ഷണങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല. ഒരു ജനറൽ മൂഡിനെ പറ്റി, രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൊതുവായിട്ടുള്ള മൂഡിനെ പറ്റി ഒരു നിരീക്ഷണം പങ്കുവയ്ക്കാം എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഈ പറയുന്ന എല്ലാ പ്രചരണങ്ങളെയും, ഇടത് വലത് മുന്നണികളുടെ എല്ലാ പ്രചരണങ്ങളെയും മറികടന്നുകൊണ്ട് വളരെ മുന്നേറാൻ BJPക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലങ്ങളിലുള്ള BJPയുടെ പ്രകടനത്തെ വിലയിരുത്തുകയാണെങ്കിൽ 2009 മുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് കേരളത്തിൽ BJPക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ കേവലം 6% വോട്ടുണ്ടായിരുന്ന BJP എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും 13% വോട്ടുള്ള പാർട്ടിയായിട്ട് മാറുകയാണ്. അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് BJPക്ക് ഉണ്ട്. അതിനുശേഷം നടക്കുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് BJPക്ക് ഗ്യാദർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 17.01%. കേരളത്തിലെ ചരിത്രത്തിലെ റെക്കോർഡായിട്ട് BJPയുടെ ഏറ്റവും വലിയ എന്താ പറയുക വോട്ട് ഷെയർ ആയിട്ടുള്ള 17% വരെ BJPക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് സാങ്കേതികമായി കാരണങ്ങളുണ്ട്. 2 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഗുരുവായൂരാണെങ്കിലും കണ്ണൂരാണെങ്കിലും 30,000-നടുത്ത് വോട്ട് ഗ്യാദർ ചെയ്യുന്ന 2 മണ്ഡലങ്ങളാണത്. അപ്പോ ഒറ്റയടിക്ക് 60,000 വോട്ട് BJPക്ക് അവിടെ ഇല്ലാണ്ടേ. ഇത് ശതമാനത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. 2 മുന്നണി സമവാക്യ പ്രകാരം ഘടകകക്ഷികളെ കൂടി അണിനിർത്തിക്കൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പല മണ്ഡലങ്ങളിലും BJPക്ക് താമര ചിഹ്നത്തിൽ കിട്ടുന്ന വോട്ടുകൾ ഘടകകക്ഷികൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ആകെ മൊത്തത്തിൽ നമ്മൾ ശതമാനം കണക്ക് കൂട്ടുമ്പോൾ 2021 BJPക്ക് വോട്ട് കുറഞ്ഞു എന്ന് പറയാനുള്ള കാരണമെങ്കിലും 25 ലക്ഷം വോട്ട് അത്തവണ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 35 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ BJPക്ക് കേരളത്തിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെയും മറികടക്കുന്ന പ്രകടനമാണ് ഇത്തവണ BJP കാഴ്ചവെക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും 4-5 മണ്ഡലങ്ങളിൽ ഇത്തവണ BJP ജയിക്കാൻ പോവുകയാണ്. അതായത് അങ്ങയുടെ ചോദ്യത്തിൽ പറയുന്നത് പോലെ BJP അക്കൗണ്ട് തുറക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ, ഇത്തവണ BJP അക്കൗണ്ട് അല്ല, ധാരാളം അക്കൗണ്ടുകളുള്ള ഒരു ബ്രാഞ്ച് തന്നെ BJP ഇത്തവണ കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ്, സൂചനയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP വിരുദ്ധത എന്നൊരു ആദർശമല്ലാതെ മറ്റൊന്നും സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനില്ലാത്ത, ഈ രാജ്യത്തിന്റെ ഭാവിയെ പറ്റിയോ ഈ രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു പദ്ധതി ഇല്ലാത്ത, എന്തെങ്കിലും ഒരു ലക്ഷ്യമില്ലാത്ത, അടുത്ത 10 വർഷത്തിൽ ഈ രാജ്യം എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് പോലും ഇല്ലാത്ത പാർട്ടികൾ BJP വിരുദ്ധത എന്നൊരൊറ്റ മുദ്രാവാക്യം മുഴക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.